ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഗൾഫിൽ പോവാണ്. അപ്പോൾ ഉത്സവം കഴിഞ്ഞുള്ള പിറ്റേ ദിവസമാണ് ഇത്. രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഇരിക്കുക. അപ്പോൾ ഈ മണിയമ്മ ഇവിടെ ഇടിച്ചക്ക ഉണ്ടാക്കുകയാണ്. അമ്മ പോവല്ലേ, അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇടിച്ചക്കയുടെ കാര്യം എല്ലാവരും ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചക്കയുടെ മുള്ളും എല്ലാം കളഞ്ഞിട്ട് അമ്മ ഇവിടെ എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെക്കുവാണ്. അങ്ങനെ എല്ലാം ഇഡലിക്കുട്ടകത്തി വെച്ച് എല്ലാം വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കാര്യങ്ങളും എല്ലാം ഇട്ട് വേവിച്ചിട്ട് അമ്മ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴത്തേക്കിന് നമ്മളെ ഇടികല്ലിലിട്ട് ഇടിച്ചക്ക ഇടിക്കാൻ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് കുഞ്ഞിപ്പെണ്ണും എൻ്റെ കൂടെ കയറിയിരുന്ന് ഇടിച്ചക്ക ഇടിക്കുവാണേ. അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെ സാധനം മേടിക്കുന്നതുകൊണ്ട് അമ്മയും നന്ദുചേട്ടനും കൂടെ പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പോൾ ചേട്ടനും വന്നായിരുന്നു. അപ്പോൾ ചേട്ടത്തി അമ്മയ്ക്ക് കുറച്ച് സാധനമൊക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ വന്ന് എല്ലാവരും പെരക്കകത്ത് കയറി. പിന്നെ മണിയമ്മയുടെ ഇടിച്ചക്ക തോരനുള്ള റെസിപ്പിയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വാവച്ചിപ്പെണ്ണിന് പനിയായിരുന്നു, ഭയങ്കര ചുമയായിരുന്നു. അങ്ങനെ അമ്മ ഇഞ്ചിയൊക്കെ ചതച്ചുള്ള എന്തോ ഒരു മരുന്നുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുടിച്ചുകൊണ്ട് പെട്ടിരിക്കുകയാണ് പുള്ളിക്കാരി. ഒരു സൈഡിൽ കൂടെ അമ്മ മുരിങ്ങയ്ക്കയും തക്കാളിക്കയും കൊണ്ടുള്ള ഒഴിച്ചുകറിക്കെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിക്ക് വേണ്ടിയുള്ള വാഴയ്ക്കയെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടത്തി. അപ്പോഴത്തേനും നമ്മുടെ സ്പെഷ്യൽ സാധനം ഇടിച്ചക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മണിയമ്മയാണ് ഇടിച്ചക്ക വെക്കുന്നത്. പിന്നെ നമ്മൾ നേരെ പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴയ്ക്കെല്ലാം കഴുകണമായിരുന്നു. അതെല്ലാം കഴുകി പെറുക്കി വന്നപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഉറക്കമാണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കഴിക്കാൻ പോയി. അങ്ങനെ മീൻ കറിയും ചിക്കൻ വറുത്തതും ഒഴിച്ചുകറിയും എല്ലാം കൂട്ടി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിച്ചു. ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമുക്ക് കായംകുളത്ത് വരെ പോകാനുണ്ടായിരുന്നു. അപ്പം നന്ദുചേട്ടൻ വന്നപ്പോൾ ഞാനും നന്ദുചേട്ടനും കൂടെ നേരെ കായംകുളത്ത് വരെ പോയായിരുന്നു. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കായംകുളത്ത് പോയിട്ട് നമുക്ക് അമ്മയ്ക്ക് ചെരുപ്പ് മേടിക്കാനാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ചെരുപ്പുമൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ ഇവിടെ 3 പേരും കൂടെ ഭയങ്കര ജോലിയാണ്. മണിയമ്മയും ചേട്ടത്തിയും കൂടെ മിച്ചർ ഉണ്ടാക്കുന്നു, അമ്മയാണെങ്കിൽ അപ്പുറത്ത് ഉപ്പേരി വറക്കുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 3 പേരും ഭയങ്കര ജോലി. അങ്ങനെ അവരെയും ശല്യം ചെയ്യണ്ടെന്ന് കരുതി ഞാൻ നടന്ന് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഇച്ചിരി ഉപ്പേരിയും വരിക്കൊണ്ട് ഞാനങ്ങ് അപ്പുറത്ത് പോയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരമായി, എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് വൈകുന്നേരമായി പെട്ടിയൊക്കെ പാഴ്സൽ ചെയ്ത് പെട്ടിയൊക്കെ കെട്ടിയെല്ലാം സെറ്റാക്കി വെക്കണമായിരുന്നു. അങ്ങനെ നമ്മുടെ ചേട്ടത്തി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അമ്മ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം പെട്ടിക്കകത്ത് പാക്ക് ചെയ്ത് രാഹുലണ്ണനാണ് എല്ലാം പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിപ്പെണ്ണ് അതിനകത്ത് വരിഞ്ഞു കയറാനുള്ള പണി മൊത്തം നോക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും കറക്റ്റ് സ്ഥാനത്ത് എല്ലാം അടുക്കി പെറുക്കി വെച്ച് തന്നിട്ട് രാഹുലണ്ണൻ പോയത്. അങ്ങനെ ഓരോ സാധനങ്ങളും കൃത്യമായിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ അറ്റത്തൂടെ കുഞ്ഞിപ്പെണ്ണി എല്ലാം വലിച്ചെടുക്കുന്നുമുണ്ട്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ മാറ്റി നിർത്തിയിട്ട് എല്ലാം അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ട് പെട്ടിയും പൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിച്ചിട്ട് നേരെ കിടന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.